ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേര് അച്ഛയുടെ കാര്യമൊക്കെ നല്ലോണം അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ അതല്ല ഞാൻ പറയാൻ വന്നത്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചായിരുന്നു കുറേ പേര്. അതെന്താണെന്ന് വെച്ചാൽ അച്ഛക്ക് ഇപ്പം മൊത്തം കിടപ്പാണ്. അപ്പം ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ 30-ാം തീയതി ഒന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ്. 30-ാം തീയതി എത്തിയ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർമാർ പതിയെ കാല് കുത്തിച്ച് പിന്നെയും പിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എന്നാലേ ഞങ്ങൾക്ക് സന്തോഷമാവത്തുള്ളൂ. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതല്ല, ഇപ്പോൾ അച്ഛ എന്താ പറയുക, ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. അത് പിന്നെ ആർക്കാണെങ്കിലും സങ്കടം വരുമല്ലോ. പിന്നെ അതുമല്ല, ഞാനും ചേട്ടായിയും അച്ഛയും കൂടി വൈകുന്നേരം എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് ഇപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകും. പക്ഷെ അമ്മ സമ്മതിക്കില്ല. അമ്മ അവിടെ വന്നിട്ട് പോവണ്ട രാത്രി എങ്ങോട്ട് പോകാമെന്നൊക്കെ ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ഒരു പ്രേതത്തിനെ പോലെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ തടഞ്ഞു നിൽക്കും. പക്ഷെ ഞങ്ങൾ പോകും കേട്ടോ. അമ്മേനെ കയ്യിൽ ഓടിച്ചിടും. അമ്മ ഇടയ്ക്ക് വരും. എന്നാലും അമ്മ വരുമ്പോഴത്തേക്ക് ഭയങ്കര എല്ലാവരും കൂടി പോകും. ഞങ്ങൾ മുന്നിൽ പോകുന്ന വൈബ് കിട്ടില്ല. വരണം, വൈബ് കിട്ടുക. എന്നാൽ വൈബ് കിട്ടണമെങ്കിൽ എല്ലാവരും കൂടി പ്ലാനൊക്കെ ചെയ്ത് സീനായിട്ടൊക്കെ പോയാലേ ഒരു വൈബ് വരുള്ളൂ. പക്ഷെ ഇതൊരു മിഠായി വൈബാണ്. ഞങ്ങൾ എന്നിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോയി നേരെ ഇവിടുന്ന് തട്ടാവിന് വരെ പോകത്തുള്ളൂ കേട്ടോ. അതാണ് ഞങ്ങളുടെ കറക്കം. വേറെ കറക്കമൊന്നുമില്ല. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് മിഠായിയൊക്കെ മേടിച്ച് തിരിച്ച് കറങ്ങി വീട്ടിൽ വരുന്നതാണ് ഞങ്ങളുടെ കറക്കം. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇവിടുന്ന് പോയാൽ അതിലൂടെ കറങ്ങി വരുന്ന കറക്കമാണ് ഞങ്ങളുടെ കറക്കം, അല്ലാണ്ട് ടൂറല്ല. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനോട് കൂട്ടുകാരനാണോ അച്ഛനാണോ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനോടൊക്കെ നമ്മുടെ സ്നോയും നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഗൈസ് പറയാൻ. ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നേരത്തെ എന്നെ മടിയിൽ കയറിയിരിക്കുന്ന പൂച്ചയാണ്. പിന്നെ ഇവൻ്റെ കാര്യം പറയുകയാണല്ലോ, അച്ഛൻ വന്ന് അന്ന് മുതൽ ഇവൻ അച്ഛൻ്റെ അടുത്ത് മേത്ത് കയറിയിരിക്കണം. ഇവന് ഈ പൂച്ചക്ക് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഒടുക്കത്തെ വിശപ്പുള്ളൊരു പൂച്ചയും കൂടിയാണ്. എത്ര കൊടുത്താലും ഇവൻ കഴിച്ചുകൊണ്ടിരിക്കും അല്ലേടാ. അവൻ്റെ നിഷ്കളങ്കമായ മുഖം നോക്കി പാവുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛയുടെ മേത്ത് എങ്ങനെയെങ്കിലും വലിച്ചു കയറണമെന്ന് പറഞ്ഞിരിക്കുവാണ് ഈ കുരുപ്പ് അല്ലേടാ. ഇവൻ അച്ഛയുടെ മേത്ത് കയറാണ്ട് ഒരു സമാധാനവും ഇല്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഇപ്പം എന്തിനേലും ഒക്കെ മാറി നിൽക്കുമ്പോഴത്തേക്ക് ഇവൻ അച്ഛയുടെ മുറി കയറിയിട്ട് അങ്ങനെ ബെഡിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. എന്നാൽ അതിലും വലിയ മേലേട്ട് കയറാനുള്ള അനുവാദമൊന്നുമില്ല. പക്ഷെ അവൻ കയറും. അതാണ് പ്രശ്നം. ഇപ്പം ഞങ്ങൾ ഓടിച്ചു വിട്ടിട്ട് ഇപ്പം മുറിയിലൊന്നും അങ്ങനെ കയറാറില്ല, എന്നാലും കയറും. പക്ഷെ ഞങ്ങൾ വാതിലടച്ചിടുവാണ്. വാതിലിൻ്റെ ഇടക്കൂടി വരെ തലയിടാൻ നോക്കിയിട്ടുണ്ട് ഈ പൊട്ടൻ. എന്നിട്ട് ഇങ്ങനെ ഒരു അച്ഛയുടെ അടുത്തായിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവനെ വർക്ക് ഏരിയയിൽ അടച്ചിട്ടപ്പോഴത്തേക്ക് ഇവൻ ഗ്രില്ലിനിടക്ക് കൊണ്ട് തലയിട്ട് ഗൈസ്. പിന്നെ ഗ്രില്ലൊക്കെ മുറിച്ച് ഇവനെടുത്ത് ഒരു കഷ്ടപ്പാടായിരുന്നു. ഇവൻ്റെ ഈ തല അതിനിടക്ക് കുടുങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് കാണിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ രക്ഷപ്പെടുത്തി. അപ്പം ഇവനും അച്ഛനോട് അത്ര സ്നേഹം ഉണ്ടെന്നാണ് ഗൈസ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേടാ. അത് ഗ്രില്ലിനടക്കം കൊണ്ട് തലയുണ്ടായിരുന്നു. ഞങ്ങൾ ആക്സോ ബ്ലേഡൊക്കെ വെച്ച് മുറിച്ചാട്ടോ എടുത്തത്. പിന്നെ അപ്പം അതൊക്കെയാണ്. ഇവനും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അവന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ കിടക്കണ കാരണം ഞങ്ങൾ കാണിക്കുന്നില്ല. 30-ാം തീയതി ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. 30-31 നടന്നു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം. കൂടുതൽ ഞാൻ സമയമൊന്നും പറയുന്നില്ല. 30-ാം തീയതി ആശുപത്രിയിൽ ചെന്ന് നടപ്പിക്കാൻ തുടങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇപ്പം അമ്മയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ അവിടുന്ന് ഇപ്പം തിരിച്ച് കയറി വന്നിട്ടില്ല. അമ്മ ഇപ്പോഴും ഒരു പഴഞ്ച സാധനമാണ്. അപ്പോൾ എൻ്റെ അച്ഛമ്മേനെ കുറിച്ച് പറയുവാണ്. അച്ഛമ്മ 2K ആണ് കേട്ടോ. 2K കിഡല്ലോ അല്ലേ. 2K ഗ്രാൻഡ് മദർ പറയാം കേട്ടോ. അപ്പം അച്ഛമ്മേനെ ഞങ്ങളുടെ കൂടി ഇപ്പം അച്ഛമ്മ അങ്ങനെയായി. ഇപ്പം അച്ഛ കിടപ്പായതുകൊണ്ട് അച്ഛ ഞങ്ങളുടെ കൂടെ അല്ല എപ്പോഴും ഇരിക്കുന്നത്. അച്ഛ കൂടി അച്ഛ ഇപ്പോൾ ഫോണ് TV അല്ലേ. ഇപ്പം 2K ആയി അച്ഛ. ഇനി അമ്മേനെ കൂടി ഇതാക്കണം. അമ്മ എപ്പോഴും പഴഞ്ചനാണ്. എവിടെയെങ്കിലും പോവാണെ അമ്പലത്തിൽ കയറാം. ഞങ്ങൾ അമ്പലത്തിൽ മാത്രമേ ടൂറ് പോയിട്ടുള്ളൂ ഗൈസ്. അതാണ് സത്യാവസ്ഥ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയും ടൂറ് പോയിട്ടില്ല. ഞങ്ങളെല്ലാം പോവുകയാണെങ്കിൽ അമ്പലത്തിൽ കയറാനാണ് പോകുന്നത്. നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഞങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകണേ? മറ്റൊരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഞങ്ങൾ ചേർത്തല അമ്പലത്തിൽ പോണ്, ഇല്ലെങ്കിൽ വൈക്കത്ത് അമ്പലത്തിൽ പോണ്. എവിടെയൊക്കെ അമ്പലത്തിൽ പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല.
ഞാനും ചേട്ടാ ഇപ്പൊ ടൂർ പോകണമെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാ പറയുന്നത്. അമ്പലത്തിൽ പോയി അച്ഛൻ ഇങ്ങനെ ആയി. അയ്യോ, ഇപ്പൊ അമ്പലത്തിൽ പോയി ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല ഇവര്. ഞങ്ങൾ വരാത്തതാണ് അമ്പലത്തിൽ പോകാൻ. ഇങ്ങനെ പോയി വട്ട് പിടിച്ച പോലത്തെ ഒരവസ്ഥയാണ് ഞങ്ങൾക്ക്. ബാക്കിയുള്ളവരെല്ലാവരും ടൂറ് മള്ളിയൂരിന്ന് ഇപ്പോഴും വായി വരുന്നത്. അമ്പലത്തിൽ പോയി അമ്പലത്തിന്റെ പേരെ വായി വരത്തുള്ളൂ. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്താ ഗുരുവായൂർ എത്ര വട്ടം പോണു. ഞങ്ങൾ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാനും അച്ഛൻ അമ്മയും ചേട്ടായിയൊക്കെ കൂടിയിട്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും ശനിയാഴ്ച ഗുരുവായൂർ പോവായിരുന്നു. ഇപ്പം പോവാറൊന്നും ഇല്ല കേട്ടോ, അത് വേറെ. ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പം ഞങ്ങൾ അമ്പലത്തിലാണ് ദർശനം മൊത്തം. ഇപ്പോഴല്ല, പണ്ട് മുതലേ. ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ടൂറ് പോയിട്ടില്ല. അതാണ്. പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയില്ല. അന്നൊരു ദിവസം എന്താ മൂന്നാർ ടൂറ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അതൊരു വലിയ കഥയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു വലിയ സംഭവം നടന്നത്. അതെന്താന്ന് നിങ്ങൾക്ക് അറിയണോ ഗൈസ്? അത് ഞാൻ ഒരു ദിവസം ഇടാട്ടോ. നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ ആ വീഡിയോ ഞാനൊരു ദിവസം ഇടാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ആ മൂന്നാർ കഥ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് നല്ല രസമുള്ളൊരു കഥയാണ്. അതേ പിന്നെ ചിലതിനെ പേടിയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീടിന് മുമ്പിലാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് മാറ്റിയില്ല, ഇവിടുന്ന് മാറ്റിയില്ലായിരുന്നോ ഗൈസ്? എൻ്റെ തലയുടെ പൊക്കത്തൊരു കാടിളകി വന്ന പോലെ റോസ നിൽക്കുന്നത് കണ്ടോ? ഇത് നമ്മൾ ആ മുട്ട് മുറിച്ചിങ്ങനെ കുഞ്ഞാക്കിയുന്ന റോസയാണ്. ഇപ്പോൾ അതെ കണ്ടൽക്കാട് പോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവൻ്റെ ഇലയൊക്കെ വെട്ടി നമുക്കൊരു ഷേപ്പാക്കി നിർത്തണം. ഞാനിപ്പോൾ ഒരുമാതിരി കാട് പോലെ നിൽക്കുവാണ്. അപ്പം വീഡിയോയിൽ എങ്ങനെയാണ് എന്നെ കിട്ടുന്നതെന്ന് അറിയില്ല. മയിലിൻ്റെ പീലി വിരിച്ച പോലെ ആയിരിക്കും ഞാൻ ഇരിക്കണത്. മാറ്റിയില്ലായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞില്ല ഗൈസ്, മാറ്റിയെന്ന് തോന്നുന്നു. പിന്നെ ഇവൻ അവിടെ ഇരുന്നവനെ ഞങ്ങളിപ്പോൾ കഴുകിക്കൊണ്ട് വെച്ചാണ്. പിന്നെ ഞാൻ എൻ്റെ ഈ ചെടികൾ കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ ഗൈസ്? ഈ ചെടികൾ കൊണ്ട് നമുക്ക് ഞാൻ ചട്ടി വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പം എന്നാന്ന് വെച്ചാൽ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ടോ, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പം ഇതൊക്കെ തന്നെയാണെങ്കിലും അവിടെ ഇരുന്നതാണ്. അമ്മ ഇപ്പം കൊണ്ട് ചുമ്മാ വെച്ചാണ് കേട്ടോ. ഇത് കുറച്ച് നാൾ മുമ്പ് അവിടെ ഇരുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ വെച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് സ്ഥിതിയായി. ഇപ്പം അതിനടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇനി ഇങ്ങോട്ടേക്ക് സ്ഥിതിയാവുമോ എന്ന് അറിയത്തില്ല. അതാണ് ഞങ്ങളുടെ ഓരോരോ ഐഡിയാസാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ ഐഡിയാസൊക്കെ? നിങ്ങൾ ചട്ടി വെക്കാൻ നോക്കൂ, നിലത്ത് വെക്കാൻ നോക്കൂ, എല്ലായിടത്തും ചെടിയൊക്കെ വെച്ച് സൂപ്പറാക്കുക. അപ്പോൾ ഞാൻ അച്ഛയുടെ കാര്യം പറഞ്ഞു, ഞങ്ങളിപ്പോൾ ടൂറ് പറഞ്ഞു, മൂന്നാർ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇപ്പോൾ കഥ തീർന്നു ഗൈസ്. കഥയല്ല, നമ്മൾ കഥ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. സൂര്യൻ വന്ന് എൻ്റെ കണ്ണി അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ സ്കൂളിൽ പോട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ബൈ.